പരാതിയില്ലാതെ ആവശ്യാനുസരണം കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നതോടൊപ്പം റോഡുകൾ തകരാതെ സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വവും ജലവിഭവ വകുപ്പിനുണ്ടെന്ന് മന്ത്രി മോൻസ് ജോസഫ് മാതൃ ഇടവകയായ കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറാന താഴ്ത്തുപള്ളിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി. പരാതികൾ കൊണ്ട് നിറഞ്ഞ ജലവിഭവ വകുപ്പിനെ പരാതിരഹിത വകുപ്പാക്കി ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന വകുപ്പാക്കി മാറ്റിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജലവിഭവ വകുപ്പും അതിനേക്കാൾ തകർന്നു കിടക്കുന്ന ഹൗസിംഗ് ബോർഡും ഭവന നിർമ്മാണ വകുപ്പും രണ്ടും പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ജലവിഭവ വകുപ്പ് മനുഷ്യന് കുടിവെള്ളം കൊടുക്കേണ്ട വകുപ്പാണ്. ഇതുപോലെ റോഡുകൾ തകരാത്ത വിധത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംരക്ഷിച്ച് നിർത്താൻ കഴിയണമെന്ന് ശ്രമിക്കേണ്ട വകുപ്പാണ്. പൈപ്പ് പൊട്ടി പ്രശ്നമുണ്ടാകുന്നതിൻ്റെ പേരിൽ സ്ഥിരം പരാതി വരുന്ന കേരളത്തിൽ അതിന് കുറേയെങ്കിലും ഒരു പരിഹാരത്തിലേക്ക് പോകാൻ കഴിയുന്ന വഴികൾ കണ്ടെത്തേണ്ട വകുപ്പാണ്. ഭവന നിർമ്മാണ വകുപ്പും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്ത ഇടത്തരക്കാർക്കും സാധാരണക്കാർക്കും വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കിയൊരു വകുപ്പാണ്. പക്ഷെ ആ ജോലിയല്ല ഇപ്പോൾ ആ ജോലി പോയിട്ട് ശമ്പളം പോലും ഇല്ലാതെ അവസ്ഥയിലേക്ക് അവർ പോയി. അപ്പം അതിനെല്ലാം മാറ്റം വരുത്തി ഈ ജനക്ഷേമത്തിന് വേണ്ടി ഉള്ള വകുപ്പുകളാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ ആദ്യത്തെ ഡിക്ലറേഷൻ തന്നെ ജലവിഭവ വകുപ്പിനെ പരാതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ വകുപ്പിനെ പരാതിരഹിതമാക്കി ജനക്ഷേമ വകുപ്പാക്കി ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നൊരു വകുപ്പാക്കി മാറ്റാൻ ശ്രമിക്കുക. പുഴകൾ, തോടുകൾ, ജലാശയങ്ങൾ, ഡാമുകൾ എന്നിവയെല്ലാം നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടണം. കടുത്തുരുത്തിയിലെ പുതിയ ബൈപ്പാസിന്റെ വശങ്ങളിൽ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരക്കാരെ കണ്ടെത്തുന്നതിനും നടപടിയെടുക്കുന്നതിനും ഉത്തരവാദിത്തപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. താഴ്ത്തുപള്ളി വികാരി ഫാദർ ജോൺ പാളത്തോട്ടം അധ്യക്ഷത വഹിച്ചു. വികാരി മന്ത്രിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഇടവക അംഗവും തേവര സേക്രഡ് ഹാർട്ട് കോളേജ് പ്രിൻസിപ്പലുമായ ഫ്രാങ്ക്ലിൻ ജോൺ, പാസ്റ്റർ കൗൺസിൽ മെമ്പർ ജോസ് ജെയിംസ് നിലപ്പന, കൈക്കാരൻ ടോണി കാർലാംപറമ്പിൽ, ടോമി നിലപ്പന, മണി ജോർജ്, റോബി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.